السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الجبار المهيمن الغفار غافر الذنب قابل التوب له الكتاب إليه الإياب وعليه الحساب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മയും ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും സർവശക്തനുമായ അള്ളാഹുവിനെ അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാനും പരമാവധി മരണം വരെയുള്ള താൽക്കാലിക ജീവിതത്തിൽ അവൻ്റെ വിധിവിലക്കുകൾക്ക് സ്ഥാനവും പ്രാധാന്യവും നൽകി ജീവിക്കാൻ പരിശ്രമിക്കട്ടെ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വിശദീകരിച്ചതുപോലെ കേരളത്തിലുടനീളം തനതായ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ദഅവ കൂട്ടായ്മ ഈ 2 മാസങ്ങളിലായി നടത്തിവരുന്ന പ്രധാന ക്യാമ്പയിനിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പൊതുസമ്മേളനത്തിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ നമ്മുടെ സഹോദരൻ ഹംസ ഷാക്കിർ അൽ ഹിക്കമി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് മുമ്പ് കുറഞ്ഞ സമയം മാത്രം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു പ്രബോധന പ്രവർത്തനമാണ്. ലോകത്ത് മനുഷ്യാരംഭം മുതൽ ആരംഭിച്ച ഒരു പ്രക്രിയയുടെ തുടക്കം, ആ പ്രക്രിയയുടെ ഒരു തുടർച്ച, എന്തിന് ഇങ്ങനെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. മനുഷ്യർക്കിടയിൽ ഓരോ കാലഘട്ടത്തിലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പ്രത്യേകം തെരഞ്ഞെടുത്ത് നിയോഗിച്ച നബിമാർ നിർവഹിച്ച ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇസ്ലാമിക ദഅവത്ത് അല്ലെങ്കിൽ പ്രബോധനം എന്നത്. നമ്മുടെ ജീവിതത്തിലും ചില ഗൗരവപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ
അത് പ്രത്യേകിച്ച് ഒരാളെ അപകടത്തിലേക്കോ നാശത്തിലേക്കോ നയിക്കുന്നതാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ഗൗരവത്തോടെ നാം ഉണർത്താറുണ്ട്. ഒരു ബൈക്ക് ഓടിച്ചു പോകുന്നവൻ അതിൻ്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ലെങ്കിൽ അത് കാണുന്നവർ വിളിച്ചു പറയും, നിങ്ങൾ ബൈക്കിൻ്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതുവഴി ഒരു അപകടം വന്നേക്കുമോ എന്ന ഭയമാണ് അങ്ങനെ ഉണർത്താൻ കാരണം. രണ്ടു കണ്ണും കാണാത്ത ഒരു മനുഷ്യൻ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ് വക്കിൽ ആ റോഡൊന്ന് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന ഏതൊരാളും ആ അന്ധനായ മനുഷ്യൻ്റെ കൈപിടിച്ച് ആ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന അപകടത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ നിർവഹിക്കുന്നത്. വകതിരിവെത്താത്ത ഒരു കുട്ടി ഇഴഞ്ഞ് ഒരു കിണറിലേക്ക് ചാടുന്ന അവസ്ഥ കാണുന്ന ഏതൊരാളും ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന ഏറ്റവും മഹത്തായ കാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ ഒരുപക്ഷെ ഈ ഭൗതിക ലോകത്ത് നമ്മൾ മനസ്സിലാക്കിയ ചില അപകടങ്ങൾ, ചില നാശങ്ങൾ അത് സംഭവിക്കാതെ, അതൊരിക്കലും ബാധിക്കാതെ മറ്റൊരാൾക്ക് രക്ഷ കിട്ടണം എന്ന അതിയായ ആഗ്രഹത്തിൻ്റെ ഭാഗവുമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനു വേണ്ടി ഈ പ്രപഞ്ചം സംവിധാനിച്ച് അവൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ആദരവ് കൊടുത്ത സൃഷ്ടിയായ മനുഷ്യൻ, ആ മനുഷ്യന് മരണശേഷം ഒരു ജീവിതം നിശ്ചയിച്ചു. ആ മരണശേഷമുള്ള ജീവിതത്തിൽ ഒന്നുകിൽ അവന് അനുഭവിക്കാനുള്ളത് കത്തിയാളുന്ന നരകാഗ്നിയാണ്, അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തോപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ശാശ്വതമായ നരകാഗ്നിയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുക, ശാശ്വതമായ വിജയത്തിലേക്ക് എത്തിക്കുന്ന സ്വർഗത്തിലേക്കുള്ള വഴികൾ അവന് കാണിച്ചു കൊടുക്കുക, ഇതാണ് മനുഷ്യാരംഭം തൊട്ട് അള്ളാഹു നിയോഗിച്ച മുഴുവൻ നബിമാരും നിർവഹിച്ച ദൗത്യം. മഹാനായ നൂഹ് അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനായി നിയോഗിക്കപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നബിമാരിലൂടെ ഈ ദൗത്യം ഈ ഭൂമുഖത്ത് നിർവഹിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്ന നിലക്ക് ലോകത്ത് ഇനിയൊരു വേദഗ്രന്ഥം അവതരിക്കപ്പെടാനില്ലാത്ത നിലക്ക് വിശുദ്ധ ഖുർആൻ അവൻ അവതരിപ്പിക്കുകയും ഇനിയൊരു പ്രവാചകന്റെ നിയോഗം ആവശ്യമില്ലാത്ത നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യൻ അവൻ്റെ സ്വർഗപ്രവേശത്തിനും അവൻ്റെ നരകമോചനത്തിനും ഏതൊരാദർശമാണ് മനസ്സിലാക്കേണ്ടത് എന്ന കാര്യം
വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെയും പൂർത്തീകരിച്ച് ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവതരിക്കപ്പെട്ട ഒരു ഉമ്മത്തിലായി ജീവിക്കാനുള്ള അവസരവും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുന്നവരുടെ, ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരുടെ ബാധ്യതയാണ് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ തന്നാൽ കഴിയും വിധം നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്നത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞ മറ്റാരുണ്ട് എന്നാണ് അല്ലാഹു നമ്മോട് ചോദിക്കുന്നത്. ബല്ലിഗു അന്നി വലൗ ആയ, നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. എന്താണ് ഇങ്ങനെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് അന്വേഷിക്കുന്നവർക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഈ ഒരു പ്രബോധന കൂട്ടായ്മ ഈ ഒരു 2 മാസക്കാലം പ്രത്യേകമായ ഒരു ടൈറ്റിൽ തെരഞ്ഞെടുത്ത് ഇങ്ങനെ പ്രബോധന പ്രവർത്തനം നിർവഹിക്കാൻ അനിവാര്യമായ ചില കാരണങ്ങളുണ്ട്. മനുഷ്യന് നിർഭയത്വം അനിവാര്യമാണ്. അവൻ്റെ ജീവിതത്തിൽ നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതൊരു മനുഷ്യൻ്റെയും കുടുംബ, സാമൂഹ്യ, വ്യക്തി, രഹസ്യ പരസ്യ മേഖലകൾ എടുത്തു നോക്കിയാൽ ഒട്ടുമിക്ക മനുഷ്യരും ഈ മേഖലകളിലൊക്കെയും ഭയപ്പാടുകളിൽ നിന്ന്, അസമാധാനങ്ങളിൽ നിന്ന്, അശാന്തിയിൽ നിന്ന് കരകയറാൻ എന്തുണ്ട് മാർഗം എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും ടെൻഷൻ പേറി ഇനി എന്തിനു ജീവിക്കണമെന്ന് കരുതി ആത്മഹത്യകളിൽ അഭയം തേടുന്നു. ആത്മഹത്യ പരിഹാരമാണോ? ഒരിക്കലും പരിഹാരമല്ല. ദീന് വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അത് പരിഹാരമാണോ? ഒരിക്കലും പരിഹാരമല്ല. മറിച്ച് പരിഹാരം മനുഷ്യനെ പടച്ച, മനുഷ്യന്റെ ഹൃദയത്തെ പടച്ച, അവൻ്റെ വിചാരവികാരങ്ങളെ നിയന്ത്രിക്കുന്ന, അവൻ്റെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന ഈ ലോകത്തിൻ്റെ റബ്ബ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മനുഷ്യൻ്റെ മുമ്പിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പരിഹാരം ആര് കണ്ടെത്തുന്നുവോ, ആര് തേടിപ്പിടിക്കുന്നുവോ അവർക്ക് രക്ഷ ലഭിക്കും, അവർക്ക് സമാധാനം ലഭിക്കും. ഇന്ന് പലരും ഭൗതിക വിഭവങ്ങളുടെ ആധിക്യങ്ങളിൽ സമാധാനവും നിർഭയത്വവും കണ്ടെത്തുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലൈസൽ ഗിനാ അൻ കസറത്തിൽ അർള് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. ഭൗതിക വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല മനസ്സമാധാനം നിലകൊള്ളുന്നത്, മറിച്ച് മനസ്സിൻ്റെ സമാധാനം. ആ മനസ്സിൻ്റെ സമാധാനം കൊണ്ട് മാത്രമാണ് ഒരാൾ ധന്യനാകുന്നത്. അതെങ്ങനെ സാധിക്കും? വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, ഹൃദയങ്ങൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുക വഴി മാത്രമാണ്. റബ്ബിലേക്ക് തിരിയലാണ്, ആ റബ്ബിൻ്റെ മാർഗം അറിയലാണ്, ആ റബ്ബിൻ്റെ മാർഗത്തിൽ നിലകൊള്ളലാണ്
അവൻ കൽപ്പിച്ച പോലെ വിശ്വസിച്ച് ജീവിക്കലാണ് നിർഭയത്വം ലഭിക്കാനുള്ള കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് മനുഷ്യാരംഭം മുതൽ മനുഷ്യർ സൃഷ്ടികളിലേക്ക് അഭയപ്പെട്ട് അതിലൂടെ സമാധാനം കണ്ടെത്തുകയും തങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ സൃഷ്ടികളുടെ മുമ്പിൽ പറഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കുകയും പരിഹാരം കാണുകയും അല്ലാഹുവല്ലാത്ത പലർക്കും ആരാധനകളും നേർച്ചകളും വഴിപാടുകളും നിർവഹിച്ച് അതിലൂടെ താൽക്കാലികമായ സമാധാനം കണ്ടെത്തിയുടെ മുമ്പിൽ ലോകത്ത് വന്ന പ്രവാചകന്മാരൊക്കെ മനുഷ്യരോട് വിളിച്ചു പറഞ്ഞത് യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എല്ലാ നബിമാരും തൻ്റെ ജനങ്ങളെ അഭിമുഖീകരിച്ച് പറഞ്ഞു കൊടുത്തത് മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങളിതാ ഏകനായ അല്ലാഹുവിനെ ആരാധിക്കുക. അവനാണ് നിങ്ങൾക്കുള്ള ഏക ഇലാഹ്. അവനല്ലാത്ത ഒരു ആരാധ്യൻ നിങ്ങൾക്കില്ല എന്ന് ലോകത്ത് വന്ന നബിമാരൊക്കെയും വിളിച്ചു പറഞ്ഞു. 950 വർഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പ്രബോധനം ചെയ്ത നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജനത വദ് തുടങ്ങിയ 5 നാമങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിൽ എടുത്തു പറയുകയും വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുആം വലാ യഗൂത വയഊഖ വനസ്റ എന്ന ആ വചനത്തിലൂടെ ആ സമൂഹം തങ്ങളുടെ മനോവിഷമങ്ങൾ അവതരിപ്പിക്കാൻ, തങ്ങളുടെ നേർച്ചകൾ അവതരിപ്പിക്കാൻ, തങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും നൽകാൻ അവർ തിരഞ്ഞെടുത്തിരുന്നത് ആ സമൂഹത്തിൽ ജീവിച്ചു മരിച്ചുപോയ സജ്ജനങ്ങളെയായിരുന്നു എന്ന് ആ ആയത്തിൻ്റെ തഫ്സീറിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് കാണാൻ കഴിയും. ആ ജനങ്ങളോടാണ് അള്ളാഹു നിയോഗിച്ച നൂഹ് അലൈഹിസ്സലാം യാ ഖൗമി എന്ന് വിളിച്ച്, ഇതാ ഇവരല്ല നിങ്ങളുടെ ആരാധ്യർ, ഇവരെ പടച്ച, നിങ്ങളെ പടച്ച, എന്നെ പടച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും. അങ്ങനെ വന്ന് ഓരോ നബിമാരും കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തുടങ്ങി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള നബിമാരുടെ ചരിത്രം പരിശോധിച്ചാൽ ആ നബിമാരൊക്കെയും മനുഷ്യർക്ക് പൂർണ്ണമായ നിർഭയത്വം, അമ്ന് ലഭിക്കാൻ ആവശ്യമായ ശുദ്ധമായ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് നിർവഹിച്ചത് എന്ന് കാണാൻ കഴിയും. നാം ജീവിക്കുന്ന ഇന്നത്തെ കാലത്തും ഈ തൗഹീദി പ്രബോധനത്തിൻ്റെ അനിവാര്യത, ഈ പ്രചാരണ പ്രവർത്തനത്തിൻ്റെ ആവശ്യകത, ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ അനിവാര്യത വിളിച്ചറിയിക്കുന്നു ഇന്ന് ഓരോ മനുഷ്യൻ്റെ ജീവിതമെടുത്തു നോക്കിയാൽ. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെയുള്ള അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രധാനമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മനുഷ്യർക്ക് അതിൻ്റെ വിവരണങ്ങൾ, അതിൻ്റെ ആശയാദർശങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കേവലം അത് ചൊല്ലിപ്പറയാനുള്ള, നിരന്തരം ചൊല്ലിപ്പറയാനുള്ള ഒരു പദമായി മാത്രമല്ല പഠിപ്പിച്ചിട്ടുള്ളത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ആശയാദർശങ്ങൾ നാം മനസ്സിലാക്കണം? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ വേദനകൾ, അവൻ്റെ ജീവിതത്തിൽ സഫലീകരിച്ച് കിട്ടാൻ അവൻ തേടുന്ന, ചിന്തിക്കുന്ന കാര്യങ്ങൾ, അത് അവനെ അറിയുന്ന, അവനെ പടച്ച, അവൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ അറിയുന്ന ആ റബ്ബിനോട് പറയുമ്പോഴാണല്ലോ അതിനൊരു പരിഹാരം കിട്ടുക. അല്ലാഹുവല്ലാത്ത ഒരാളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരാനില്ല.
അല്ലാഹുവല്ലാത്ത ഒരാളും മനുഷ്യന്റെ മനസ്സിന്റെ വികാരങ്ങളും മനുഷ്യന്റെ വിഷമതകളും മനസ്സിലാക്കി അതിൽ നിന്ന് പരിഹാരം കാണിച്ച് അവനെ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് എത്തിക്കാൻ അല്ലാഹുവല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല. സാധിക്കുമെങ്കിൽ അത് അല്ലാഹു കഴിഞ്ഞാൽ ഒരു മുസ്ലിം വിശ്വസിക്കുന്ന അഷ്റഫുൽ ഖൽഖ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു പറയാൻ ആവശ്യപ്പെട്ടത് ഖുൽ ഇന്നി ലാ അംലികു ലക്കും ലർറൻ വലാ റഷദാ. നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇന്നി ലാ അംലികു ലക്കും ലർറൻ വലാ റഷദാ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവത്തെയോ അല്ലെങ്കിൽ ഒരു നേരായ മാർഗത്തെയോ ഞാൻ നിങ്ങൾക്ക് ഉടമപ്പെടുത്തുന്നില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാനും മനുഷ്യന്റെ വിഷമതകൾ ദൂരീകരിച്ച് അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് അവനെ അകറ്റി അവന് മനസ്സമാധാനവും ഐശ്വര്യവും നൽകാൻ, നിർഭയത്വം നൽകാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നു. മറ്റൊരു വചനത്തിലൂടെ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടാൻ പറഞ്ഞത് കുല്ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ളർറ ഇല്ലാ മാ ഷാ അല്ലാഹ്. ഞാൻ എനിക്ക് തന്നെ എന്തെങ്കിലും ഒരു ഉപകാരമോ അല്ലെങ്കിൽ ഒരു ഉപദ്രവമോ ഉടമപ്പെടുത്തുന്നില്ല അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ. വലൗ കുന്തു അഅലമുൽ ഗൈബ ലസ്തക്തർതു മിനൽ ഖൈരി വമാ മസ്സനിയസ്സൂ. എനിക്കെങ്ങാനും അദൃശ്യം അറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒരുപാട് നന്മകൾ എനിക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു. വമാ മസ്സനിയസ്സൂ, ഒരു വിപത്തും ഒരു അപകടവും എൻ്റെ ജീവിതത്തിൽ ബാധിക്കില്ലായിരുന്നു. നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ പോലും എന്തെല്ലാം അപകടങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ശത്രുക്കൾ ചെയ്ത കുതന്ത്രങ്ങൾക്ക് വിധേയമായി പല അപകടങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവർ കുഴുകുത്തി പാക്കിട്ട് അതിൽ കാല് തട്ടി വീണ് റസൂലുള്ളാഹിക്ക് പരിക്ക് വന്നത്, റസൂലുള്ളാഹിയുടെ പല്ല് പോലും പൊട്ടി, അതുപോലെ ശരീരത്തിൽ മുറിവ് പറ്റി രക്തമൊഴുകിയത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ പലപ്പോഴും ബാധിച്ച ഒരവസ്ഥ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട്? എനിക്ക് ഗൈബ് അറിയാമായിരുന്നെങ്കിൽ, എനിക്ക് അദൃശ്യം അറിയാമായിരുന്നെങ്കിൽ, എനിക്കൊരുപാട് നന്മകൾ ജീവിതത്തിൽ മുൻകൂട്ടി കണ്ട് വർദ്ധിപ്പിക്കാമായിരുന്നു. ഒരു അപകടവും എന്നെ ബാധിക്കുകയില്ലല്ലോ എന്ന് അള്ളാഹു പറയാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഇൻ അന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ. എൻ്റെ ബാധ്യത വിശ്വാസികളായ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു താക്കീതുകാരൻ, ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ മാത്രമാണ് ഞാനെന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശരിയായ അർത്ഥവും ആശയവും മനസ്സിലാക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയിലേക്ക് അവൻ്റെ ജീവിതത്തിൽ അവന് സമാധാനം ലഭിക്കാനോ അവന് രോഗശമനം ലഭിക്കാനോ അവന് വേണ്ടി മറ്റെന്തെങ്കിലും ലാഭങ്ങളോ നേട്ടങ്ങളോ ബറക്കാത്തുകൾ ലഭിക്കാനോ അവനൊരിക്കലും പ്രാർത്ഥനയുമായി നേർച്ചയുമായി തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി തേടിപ്പോകുന്ന ഒരവസ്ഥ കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 25ഓളം വരുന്ന നബിമാരുടെ ചരിത്രം കുറഞ്ഞ നിലക്കെങ്കിലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നബിമാരുടെ ചരിത്രം വായിക്കുമ്പോൾ അവരെവിടെയാണ് ജനിച്ചതെന്നോ അവരെവിടെ വെച്ചാണ് മരിച്ചതെന്നോ അവരെ മറവ് ചെയ്ത ഖബർ മഖ്ബറ ഇന്ന സ്ഥലത്താണെന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നില്ല. മറിച്ച് നബിമാരുടെ ചരിത്രം വിശദീകരിക്കപ്പെട്ട ഖുർആനിലെ അധ്യായങ്ങൾ, ഖുർആനിലെ വചനങ്ങൾ വായിച്ചു നോക്കൂ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ നബിമാരിലൂടെ പറഞ്ഞു തരുന്നത്? ആ നബിമാർ പോലും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പ്രയാസങ്ങൾ നേരിട്ട സമയം ആ പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് വിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ
അവൻ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഓരോ ഘട്ടമെടുക്കുക. അത് ജീവിതത്തിൽ, നബിമാരുടെ ജീവിതത്തിൽ അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നു. രോഗം ബാധിക്കുക, ആ രോഗത്തിൽ നിന്ന് മുക്തിയും ശിഫയും നേടുക ആരാണ് ആഗ്രഹിക്കാത്തത്? വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടാകുക എന്ന് ആഗ്രഹിക്കാത്ത ആരുണ്ട്? തൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളും ലാഭങ്ങളും ലഭിക്കണമെന്ന് ചിന്തിക്കാത്ത ആരുണ്ട്? കാണാതെ പോയ വസ്തു അത് വേഗം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആരുണ്ട്? നബിമാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ നേടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച മാതൃകകളാണ് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. രോഗം കൊണ്ട് പ്രയാസപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ലോകത്തു തന്നെ, മനുഷ്യരിൽ തന്നെ മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകനായിരുന്നല്ലോ മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം. ആ നബി രോഗം വന്ന സമയം പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ട്. അന്നീ മസ്സനിയദ്ദുറു വഅൻത അർഹമുർ റാഹിമീൻ. റബ്ബേ, എനിക്കിതാ ഈ ദുരിതം വന്നിരിക്കുന്നു, നീയാണല്ലോ കാരുണ്യവാൻ. രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം, വിവാഹം ചെയ്ത് തങ്ങൾക്ക് കുഞ്ഞുണ്ടാകണമെന്നും ആ കുഞ്ഞുങ്ങളും ഇതുപോലെ തൗഹീദി പ്രബോധകരാകണമെന്നും ആഗ്രഹിച്ച സക്കരിയ നബിയുടെയും ഖലീലുള്ള ഇബ്രാഹിം നബിയുടെയും ചരിത്രം. അവരെന്താണ് കുഞ്ഞിക്കാല് ലഭിക്കാൻ, ഒരു കുഞ്ഞു ജനിക്കാൻ ചെയ്തത്? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, ആത്തിനാ മിൻ ലദുൻക ദുർരിയ ത്വയ്യിബ, സന്താന ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ കുഞ്ഞുണ്ടായി എന്ന് മാത്രമല്ല, ആ കുഞ്ഞിനെ ലാളനാപൂർവ്വം വളർത്തി. ആ സമയത്താണ് തൻ്റെ പൊന്നോമന പുത്രൻ യൂസുഫ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം എന്ന പിതാവായ ആ പ്രവാചകന് നഷ്ടപ്പെടുന്നത്. തൻ്റെ കുഞ്ഞെവിടെ എന്നറിയാതെ പ്രയാസപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞു തരുന്നു, ഖുൽ ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഞാനിതാ എന്നെ ബാധിച്ച ഈ സങ്കടം, എൻ്റെ ദുഃഖം അള്ളാഹുവിലാണ് എനിക്ക് പറയാനുള്ളത്. ആ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മാതൃക നമുക്ക് വേണ്ടിയാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അബദ്ധവശാൽ ഒരാൾ കൊല്ലപ്പെടുകയും ഇനി ആ നാട്ടിൽ നിന്നുകൂടാ, ഇനി നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണം, അല്ലെങ്കിൽ താങ്കൾക്ക് അപകടം സംഭവിക്കുമെന്ന് ഒരു ഉപദേശകൻ ഉപദേശിച്ചതിൻ്റെ ഭാഗമായി മദിയൻ എന്ന നാട്ടിലെത്തി. ആ പ്രദേശത്ത് ചെന്നിറങ്ങിയ ഉടനെ തൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മകളും ലഭിക്കാൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ചെയ്തതെന്താണ്? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ ഇറക്കിത്തരുന്ന എല്ലാ നന്മകൾക്കും ഈ മൂസ എന്ന ഞാൻ അർഹനാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞ നബിമാരും ഇനി പറയാത്ത നബിമാരും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരെ, വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷയെങ്കിലും വായിച്ചു നോക്കുന്നവരെ ഈ യാഥാർത്ഥ്യം നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. എന്തുകൊണ്ട് ഈ നബിമാരൊന്നും മലക്കുകളോട് തേടിയില്ല? ഈ നബിമാർ അവരുടെ മുമ്പ് മരണപ്പെട്ടു പോയ നബിമാരോട് തേടിയില്ല. ഈ നബിമാർ ആ കഴിഞ്ഞുപോയ നബിമാരുടെ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടോ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ തേടിയില്ല. മറിച്ച് ഏകനായ അള്ളാഹുവിനോട് മാത്രം തേടി. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ പൊരുൾ. ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇന്ന് മുസ്ലിം സമൂഹം അള്ളാഹുവല്ലാത്ത പലരോടും നേർക്കുനേരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നവരൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും, ഇന്നവരോട് ഞങ്ങളുടെ സങ്കടം പറഞ്ഞാൽ അവർക്കത് നിവർത്തിച്ചു തരാൻ കഴിയുമെന്ന അന്ധവിശ്വാസം ഇന്നും നിലനിൽക്കാൻ കാരണം ഒമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ അവരാരും കണക്കാക്കിയില്ല എന്നത് തന്നെയാണ്. നാം അള്ളാഹുവിനെ അറിയണം, അവൻ്റെ മഹത്വത്തെ അറിയണം, അവൻ്റെ കലാം മനസ്സിലാക്കണം, അവൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കണം, ഇസ്ലാമിൻ്റെ ശരിയായ തൗഹീദിൻ്റെ ആദർശം പഠിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഗൗരവത്തിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹു സംവിധാനിച്ച നരകാഗ്നി, അള്ളാഹു സംവിധാനിച്ച സ്വർഗീയമെന്ന ജന്നാത്തുൻ നഈം, ജന്നാത്തുൽ ഫിർദൗസ്,
ഈ രണ്ട് കാര്യങ്ങളെ നിർബന്ധമാക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ മാത മിൻ ഉമ്മതി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരാണ് മരണപ്പെടുന്നത്, ലാ യുശ്രികു ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ആരാണ് മരണപ്പെടുന്നത്, ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കും. ആരാണ് എന്നിൽ പങ്കു ചേർത്തുകൊണ്ട് മരണപ്പെടുന്നത്, ദഖലൻ നാർ, അവർ നരകത്തിലും കടക്കും. അതുകൊണ്ട് സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്ന കാര്യമാണ് തൗഹീദും ശിർക്കുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇതൊരു കേവലം ഭൗതികമായ ഒരു വിഷയമായി നമ്മളാരും മനസ്സിലാക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങളാണിത്. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബില്ലാഹി ഷൈആ ദഖലൽ ജന്ന, അല്ലാഹുവിനെ നാളെ കണ്ടുമുട്ടുമ്പോൾ ശിർക്ക് ചെയ്യാത്ത നിലക്കാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ സ്വർഗത്തിൽ കടക്കും. മൻ ലഖിയല്ലാഹ യുശ്രികു ബിഹി ഷൈആ ദഖലൻ നാർ, ഏതെങ്കിലും നിലക്ക് ശിർക്ക് ചെയ്തവനാണോ, ആ നിലക്കാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്, അവർ നരകത്തിലും കടക്കും. ഇതിന് ഗൗരവമറിയാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ആമുഖ സംസാരം അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹ് ഉണർത്തിയ ഒരു വചനമുണ്ട് സൂറത്തു സുമറിൽ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്കും താങ്കളുടെ മുമ്പും കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കിതാ ബോധനം നൽകിയ കാര്യം, താങ്കളെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ താങ്കളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാണ്, താങ്കൾ പരാജിതരിൽ പെട്ടുപോകും. ഇതൊന്നുകൂടി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം എന്ന അധ്യായം, ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ഒരു പേജിൽ തന്നെ 18ഓളം നബിമാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ആ നബിമാരിൽ നൂഹ് അലൈഹിസ്സലാമുണ്ട്, ഇസ്ഹാഖുണ്ട്, യാക്കൂബുണ്ട്, ദാവൂദും സുലൈമാനും അയ്യൂബും യൂസുഫും മൂസയും ഹാറൂനും യഹിയയും ഈസയും ഇല്യാസും ഇസ്മാഈലും അൽയസഉം യൂനുസും ലൂത്തും അലൈഹിമുസ്സലാം. ഇങ്ങനെ 18ഓളം വരുന്ന നബിമാരുടെ പേരുകൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്ത് തുടങ്ങി ഏതാനും ആയത്തുകളിൽ കാണാൻ കഴിയും. എന്നിട്ട് അവിടെ ആ നബിമാരുടെ ചില പ്രത്യേകതകളും പറഞ്ഞു. നർഫഉ ദറജാതിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവർക്ക് ചില പദവികൾ നാം ഉയർത്തിക്കൊടുക്കും. കുല്ലൻ ഹദൈനാ, അവരെയെല്ലാം നാം നേർമാർഗത്തിലാക്കിയിരിക്കുന്നു. കുല്ലും മിനസ് സ്വാലിഹീൻ, അവരൊക്കെ സജ്ജനങ്ങളിൽപ്പെട്ടവരാണ്. വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, നാം അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തു, നേരായ പാതയിലേക്ക് നയിച്ചു. ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി, അവരൊക്കെ അല്ല നേർമാർഗത്തിലാക്കിയവരാണ്. ആ നേർമാർഗമാണ് ഈ വിശുദ്ധ ഖുർആന്റെ അനുയായികളെ നിങ്ങൾ പിൻപറ്റേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ നബിമാരുടെ പ്രത്യേകതകൾ പറഞ്ഞ് അല്ലാഹ് ആ അധ്യായത്തിൽ ആ പേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ നബിമാർ അല്ലാഹ് ഇങ്ങനെ പ്രത്യേകം തെരഞ്ഞെടുത്ത, അള്ളാഹിൻ്റെ ഹിദായത്ത് ലഭിച്ച, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തിയ, നേരായ മാർഗത്തിൽ ചലിച്ച, അവരെ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് നമ്മോട് ആവശ്യപ്പെട്ട ആ നബിമാരാണ് അള്ളാഹുവിൽ ശിർക്ക് ചെയ്തതെങ്കിൽ അവർ ചെയ്ത കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഒരു ഗൗരവവും കാണാത്ത വിഷയമായി തൗഹീദിൻ്റെ നേർവിപരീതമായ ശിർക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ, അതിനുള്ള കേന്ദ്രങ്ങൾ മുസ്ലിം സമൂഹത്തിൽ നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് മുസ്ലിം സമൂഹം കരകയറലാണ്.
അവർക്ക് എല്ലാവിധ സുരക്ഷിതത്വവും നിർഭയത്വവും സമാധാനവും ഈ ഭൗതിക ലോകത്ത് ലഭിക്കാനും നാളെ പരലോകത്ത് ശാശ്വതമായ സ്വർഗം ലഭിക്കാനും കാരണമാകുന്നത്. ഇത് നാം മനസ്സിലാക്കണം. അതിന് ഈ ആദർശ പ്രബോധന സംഘത്തെ മനസ്സിലാക്കാൻ, ഈ ആദർശ പ്രബോധനം നിർവഹിക്കുന്ന ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൂടെ ശരിയായ തൗഹീദിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ശിർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ശ്രമിക്കണേ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ തൗഹീദിൻ്റെ ആ പ്രാധാന്യം മാത്രമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കഠിനമായ രാത്രിയാണെങ്കിലും നല്ല ചൂട് അനുഭവിച്ചുകൊണ്ടാണ് നാം പ്രസംഗിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും. അതുകൊണ്ട് തന്നെ ദീർഘമായ മണിക്കൂറുകൾ സംസാരിക്കാൻ ഇതുപോലുള്ള വേദികൾ നമുക്ക് അനുകൂലമല്ല എന്നതുകൊണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നെ തുടർന്ന് നമ്മുടെ സഹോദരൻ ഹംസ ഷാക്കിർ ഹിക്കമി നിങ്ങളോട് തുടർന്ന് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് സംസാരിക്കുന്ന, അവൻ്റെ ദീനിന് വേണ്ടി ഇത്തരം പ്രബോധന പ്രവർത്തനം ഒഴുകുന്ന നമ്മിലെല്ലാം അവൻ്റെ സഹായങ്ങളും അവൻ്റെ ബറക്കത്തുകളും അവനിൽ നിന്നുള്ള എല്ലാവിധ ഖൈറാത്തുകളും നമ്മുടെ ജീവിതത്തിലുടനീളം വർഷിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിനെ മനസ്സിലാക്കാനും അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങളെ മനസ്സിലാക്കി ജീവിക്കാനും അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായത്തിന് അർഹത നേടാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.